അങ്ങനെ കാത്തിരിക്കുന്ന വമ്പൻ ട്വിസ്റ്റ് വന്നെത്തിയിരിക്കുന്നു. ഭവാനിയുടെയും അഞ്ജനയുടെയും സകല പ്ലാനുകളൊക്കെ പൊളിച്ചടുക്കി അജയ് ഭൂമിജയെ അങ്ങ് കല്യാണം കഴിച്ചു. അതൊരു കോൺട്രാക്ട് മാരേജ് ആയിരുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഭൂമിജ ഇതിന് സമ്മതിക്കുക ചെയ്തത്. കാരണം അവളുടെ അച്ഛൻ മരിച്ചു. ഇനി ആകെയുള്ള ആശ്രയം അമ്മ മാത്രമാണ്. നിരപരാധിയായ അമ്മയെ ജയിലിൽ നിന്നും പുഷ്പം പോലെ പുറത്തിറക്കാമെന്നുള്ള അജയുടെ ഉറപ്പിന് പുറത്താണ് ഭൂമിജ ഇങ്ങനൊരു കോൺട്രാക്ട് മാരേജിന് റെഡിയായത് തന്നെ. പക്ഷേ ഈ ഒരു കോൺട്രാക്ട് മാരേജിൽ കുറച്ച് കടുത്ത കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരേ മുറിയിലാണെങ്കിലും രണ്ടാം ഭാര്യ ഭർത്താക്കന്മാരെ പോലെയൊന്നുമല്ല കിടക്കുന്നതും ജീവിക്കുന്നതും. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് വേണം. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഒരാളുടെ കാര്യത്തിൽ മറ്റേയാൾ അധികാരം കാണിക്കാനും അധികം ഇടപെടാനൊന്നും തന്നെ പാടില്ല. അങ്ങനെ കിടിലൻ നിബന്ധനയോടുകൂടിയാണ് അവർ ആ ഒരു എഗ്രിമെന്റിൽ അങ്ങ് ഒപ്പുവെക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ അജയ് ഭൂമിജയെ സൗഭാഗ്യപുരത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് കിളി പാറി നിൽക്കുകയാണ്. ഭവാനിക്കും അഞ്ജനയ്ക്കുമാണെങ്കിൽ ദേഷ്യം വന്നിങ്ങനെ വിറക്കുമായിരിക്കും. പക്ഷേ സത്യനാഥന് ഇത് കണ്ടിട്ട് ഭയങ്കര അങ്ങ് സന്തോഷമായി. മുത്തശ്ശിക്കും ആദ്യം ഇത്തിരി വിഷമമൊക്കെ തോന്നിയെങ്കിലും കൊച്ചുമോന്റെ ഇഷ്ടം അല്ലേ, അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി മുത്തശ്ശി ഭൂമിജയെ അങ്ങ് അംഗീകരിച്ചു. രാത്രി അത്താഴം കഴിക്കാൻ വേണ്ടി ഭവാനിയും അഞ്ജനും വന്നില്ല. മുത്തശ്ശി നേരെ ഭവാനിയുടെ റൂമിലേക്ക് പോയിട്ട് ക്ലാസ് എടുത്തു കൊടുത്തു. കൊലയാളി കുടുംബത്തിൽ നിന്നുള്ള ഒരുവളെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭവാനി വാശി പിടിച്ചു. അന്നേരം വിധി വരുന്നതിന് മുൻപ് തന്നെ ആരെയും കുറ്റക്കാരിയാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് വായടപ്പിച്ചാണ് ഭവാനിയുടെ. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഭവാനി അൽമാരയുടെ ചില്ലങ്ങ് തല്ലി പൊട്ടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇതേ സമയം റൂമിൽ അജയന്റെയും ഭൂമിജയുടെയും കോൺട്രാക്ട് ജീവിതം ഉഷാറായിട്ട് ഇങ്ങനെ തുടങ്ങുവാണ്. ഇതെന്റെ കബോർഡാണ്, ഇതെന്റെ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും തമ്മിൽ ചെറിയ കുറുമ്പും വാശിയും വഴക്കും ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. നയനയെ ഓർത്തുള്ള വിഷമമൊക്കെ അജയ് പതിയങ്ങ് മറക്കുവാണ്. ഭൂമിജയോട് അവന് വല്ലാത്തങ്ങനെ പ്രണയം തോന്നി തുടങ്ങി. ഭൂമിജയും അവളുടെ സങ്കടങ്ങളൊക്കെ എല്ലാം മറന്നുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ സന്തോഷവതിയായി തന്നെ ജീവിക്കാനും തുടങ്ങി. പക്ഷേ ശരിക്കുള്ള കളി തുടങ്ങുന്നത് ഇനിയായിരിക്കും. ഒരു ദിവസം അജയ് ഭൂമിജയുടെ കയ്യിൽ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് തെളിവ് ഭദ്രമായി സൂക്ഷിക്കാൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് അത് തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് അജയ് കാർഡ്ബോർഡ് തുറന്നപ്പോൾ അവിടെ ഭൂമിജയുടെ പഴയ ആഭരണപ്പെട്ടിരിക്കുന്നത് കണ്ടു. വെറുതെ ഒന്ന് തുറന്നു നോക്കി അജയ് ശരിക്കും അങ്ങ് ഞെട്ടിത്തരിച്ചു പോവാണ്. നഷ്ടപ്പെട്ടു പോയ ആ പാരമ്പര്യമാല, അതായത് പണ്ട് അഭിരാമിയുടെ കഴുത്തിലുണ്ടായിരുന്ന അതേ മാലതേ ഭൂമിജയുടെ ആഭരണപ്പെട്ടിയിലിരിക്കുന്നു. ഇതെങ്ങനെ ഭൂമിജയുടെ കയ്യിൽ കിട്ടിയെന്ന് ആലോചിച്ച് അജയുടെ തല പുകഞ്ഞു. അവൻ വേഗം ആ മാലയും എടുത്ത് അംബികയെ കാണാൻ വേണ്ടി നേരെ ജയിലിലേക്ക് ചെന്നു. ജയിലിലെത്തിയ അജയ് അംബികയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ മാല നീട്ടി. മാല കണ്ടപ്പോൾ അംബികയുടെ ജീവൻ പോകുന്നൊരവസ്ഥയിലായിരുന്നു. അവളുടെ തൊണ്ടയിടറി വിയർത്ത് കുളിച്ച് നിൽക്കുന്ന അംബികയോട് അജയ് സത്യം പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ വേറെ വഴിയില്ലാതെ അംബിക ആ വലിയ രഹസ്യമങ്ങ് അജയോട് തുറന്നു പറയാണ്. താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് വേറെ ആരെയുമല്ല, വർഷങ്ങൾക്കു മുൻപ് കാണാതായ തൻ്റെ സ്വന്തം മുറപ്പെണ്ണായ അഭിരാമിയെ തന്നെയാണെന്ന സത്യം അതോടുകൂടെ അജയ് അങ്ങ് തിരിച്ചറിഞ്ഞു. അവന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. സത്യങ്ങളെല്ലാം അറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ അജയ് ഭൂമിജയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്താ സാറേ എന്ന് അവൾ ചോദിക്കുന്ന സമയത്തന്നെ വർഷങ്ങളായുള്ള ഒരു ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടിയെന്ന് അജയ് തുറന്നു പറഞ്ഞു. സമയമാകുമ്പോഴേക്കും എല്ലാം ഞാൻ തുറന്നു പറയാം. നിന്റെ ജീവിതം ഇനി തന്നെ മാറിമറിയാൻ പോവുകയാണെന്നും അവൻ പറയുന്നുണ്ട്. ഇനി ഏതായാലും തൻ്റെ മുറപ്പെണ്ണി തന്നെയാണ് താൻ കല്യാണം കഴിച്ചത് എന്ന സത്യം മനസ്സിലാക്കിയ അജയ്ക്ക് പിന്നീട് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും പ്രണയമൊക്കെ തോന്നിപ്പോവാട്ടെ ഭൂമിജയോട്. ഇനി ഭൂമിജയ്ക്ക് മുന്നിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു പഴയ മുറച്ചക്കനായിട്ടുള്ള അജയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എപ്പിസോഡുകളൊക്കെ ശരിക്കും തീ പാറുന്ന അടിപൊളിയായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള എപ്പിസോഡായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.